ഇപ്പോൾ സംവിധായകൻ ബൈജു കൊട്ടാരക്കര കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം തത്സമയം. ശ്രീ ബൈജു കൊട്ടാരക്കര, കഴിഞ്ഞ ദിവസം ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിയിൽ ആരംഭിച്ച ഓട്ടം ഇന്നലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഷൈൻ ഇങ്ങനെ പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാധ്യമങ്ങളെ ആകെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സ്റ്റോറികളിലൊക്കെ നിറയുകയുമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഷൈനെ ആരാധിക്കുന്ന, ഷൈനെ വാഴ്ത്തിപ്പാടുന്ന ആളുകളൊക്കെയും നിരവധിയുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ പോലീസ് നടപടി, വിളിച്ചു വരുത്തുന്ന പോലീസ് നടപടി, എക്സൈസിന്റെ നടപടിയൊക്കെ ഷൈന് തലവേദനയാകുമോ? താങ്കൾ എന്താണ് കരുതുന്നത്? ഗോകുലെ, ഇതിനകത്ത് എനിക്ക് മുമ്പ് ഇപ്പൊ സംസാരിച്ച റാണിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പറയട്ടെ. ഈ ICC എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പ് തന്നെയാണ്. മലയാള സിനിമയിൽ ഈ ICC ഉണ്ടാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് അന്നും അതിന്റെ പിറ്റേ ദിവസങ്ങളിലും ഉണ്ടായ ചർച്ചകളിൽ പോലും ഞാൻ അന്ന് പറഞ്ഞു, ഇതൊരു വലിയ തട്ടിപ്പിലേക്കാണ് പോകുന്നത്, ഇത് ഒരു കാരണവശാലും സിനിമയിൽ വില പോവില്ല, നടപ്പാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണെന്ന് പറഞ്ഞു. കാരണം ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലെ നിർമ്മാതാവും സംവിധായകനും അതിലെ കൂടെയുള്ള ആളുകളും കൂടി തീരുമാനിക്കുന്നു, ഇന്ന ആളുകൾ വേണം ആ ലൊക്കേഷനിൽ, ഇന്ന ആളുകളായിരിക്കണം ഇതിന്റെ ICC, എന്തോ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി, കൂടെയുള്ള ആളുകളെ നിർത്തി ഒരു കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ സിനിമയ്ക്കകത്ത് അവർ പരാതി കൊടുക്കുമ്പോൾ അവർ ആ സിനിമയ്ക്ക് അകത്ത് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിലെ ടെക്നീഷ്യനെതിരെ നടപടി എടുക്കുമെന്നാണോ പറയുന്നത്? ശരിക്കും ഈ ICC എന്ന് പറയുന്നത് ഈ അതാത് സ്ഥലത്ത് എവിടെയാണോ ഷൂട്ടിംഗ് നടക്കുന്നത്, ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തിന്റെ സ്ഥലപരിധിയിലുള്ള അല്ലെങ്കിൽ അതിന്റെ ആ പ്രദേശത്തുള്ള SHO, അതേപോലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു മെമ്പർ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗസറ്റഡ് ഓഫീസർ, ഇങ്ങനെയുള്ള 3-4 ആളുകളെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വേണം നിയമിക്കാൻ. അല്ലാതെ സിനിമ എന്ന് തോന്നുന്ന പോലെ കണ്ട ആൾക്കാരെ റെക്കോർഡിനെ വെച്ചാൽ ഇതേപോലെ ഇരിക്കുന്ന എല്ലാ ദിവസങ്ങളിലുള്ള ഈ ഇടപാടുകൾ, ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവർ ഈ കുറച്ച് ദിവസങ്ങളായി 2015 കേസിന്റെ വിധി വന്ന വിധിനായോടൊന്ന് വായിച്ചു നോക്കൂ. ആ വിധിനായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ പോലീസിനെ എന്തോരമാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് നമ്മുടെ മന്ത്രിയായിരുന്ന രാജു ഹൈക്കോടതിയിൽ നിന്ന് ഷഡ്ഡി അടിച്ചുകൊണ്ട് പോയതുപോലാണ് ഇപ്പോ അവിടെ നിന്ന് കണ്ടെടുത്ത മയക്കുമരുന്നിന്റെ പൊടി ഇപ്പൊ മൂക്കുപൊടിയായിട്ട് മാറുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ. കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ ഇതാണ്. നാണമുണ്ടോ ഇവർക്കൊക്കെ? ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി ഓടി അവർ ഇത്ര നേരമായിട്ട് ഒരു പോലീസിനെ എക്സൈസിനെ പിടിക്കാൻ വയ്യാമെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടും കേരളത്തിൽ നടക്കുന്ന വലിയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ അത് തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ടുവരുന്ന കേരള പോലീസിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നരുന്ന് പോലെ ഒരു പയ്യനെ ഇവിടുന്ന് ഇറങ്ങി തമിഴ്നാട് വരെ പോയിട്ട് പിടിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ് ഗോകുലെ. തീർച്ചയായും സിനിമയ്ക്കകത്ത് ഉൾപ്പെടെ ഉള്ള ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചത് അതേതെങ്കിലും തരത്തിൽ ഫലപ്രദമാണോ എന്ന ചോദ്യം ഇതിന് മുമ്പ് ഉയർന്നിട്ടുള്ളതാണ്. ചില താരങ്ങളെ അല്ലെങ്കിൽ ചില നടീനടന്മാരുടെയൊക്കെ പേര് ആ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ആരോ ഒപ്പിട്ട് പോകുന്നു. അതിൽ പ്രത്യേകിച്ച് ആ സെറ്റിൽ അത്രത്തോളം പവർഫുൾ അല്ലാത്ത, മുമ്പ് പറയുന്ന പോലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നടിയെ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ആ ചട്ടങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലാണ്. പേരിനൊരു കമ്മിറ്റിയാണ് ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതൊരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നതാണ്. അല്പം മുമ്പ് ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രതിനിധിയായ റാണി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ബൈജു കൊട്ടാരക്കരയും പറയുന്നത് അത് തന്നെയാണ്. ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി എന്ന സിനിമയിലെ സംവിധാനത്തിന് പൊളിച്ചെഴുത്ത് ആവശ്യമെന്നത് കൂടിയാണ് വിൻസി അലോഷ്യസിന്റെ പരാതി. അതിൽ ആദ്യഘട്ടത്തിൽ ആ സിനിമയുടെ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ സ്ഥിരീകരിച്ച അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ കമ്മിറ്റി സ്വീകരിച്ച നടപടികൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം അത് പുറത്തേക്ക്, അത് പോലീസ് ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിലേക്ക് അത്തരത്തിലൊരു പരാതി എത്താത്ത സാഹചര്യത്തിൽ തീർച്ചയായും ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി എന്ന സംവിധാനത്തിൽ തന്നെ ഒരു പൊളിച്ചെഴുത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യം.